അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ പുതിയൊരു പ്രശ്നം കൂടെ അരങ്ങേറുകയാണ്. അതായത് നമ്മുടെ നെവിനും നൂറയും ആദിലയും അനുമോളും ഒക്കെ കിച്ചൺ ടീമിലാണല്ലോ ഉള്ളത്. അപ്പോൾ നെവിൻ കിച്ചണിൽ വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ആപ്പിളോ അങ്ങനെ എന്തോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൊതുവെ കിച്ചണിൽ നിന്നും തക്കാളി ആയിട്ടും ബീട്രൂട്ട് ആയിട്ടും പഞ്ചസാരയൊക്കെ ആയിട്ടും അടിച്ചു മാറുന്ന ഒരു സ്വഭാവം നമ്മുടെ നെവിനുണ്ട്. എന്നാൽ അത് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നൂറ ഇത് കണ്ടു നിൽക്കുന്നുണ്ട്. ഉടൻ തന്നെ നൂറ പറയുന്നുണ്ട് എടുത്തുകൊണ്ട് പോകരുത് എന്ന്. ഇത് കേട്ടതും നെവിന് വല്ലാണ്ട് അങ്ങോട്ട് ട്രിഗർ ആയിപ്പോയി. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ കള്ളനല്ല, ഞാനും കിച്ചൺ ടീമിന്റെ ഭാഗമാണ് എന്ന്. നെവിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നെവിൻ പറഞ്ഞതും ശരി തന്നെയാണ്. കിച്ചൺ ടീമിന്റെ ഭാഗം തന്നെയാണ് നെവിന്. അതുകൊണ്ട് തന്നെ കിച്ചൺ ടീമിൽ കയറാനും കിച്ചന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളിലൊക്കെ തന്നെയും തൊടാനൊക്കെ തന്നെയും നെവിന് അവകാശമുണ്ട്. എന്നാൽ നൂറയെയും നമുക്കിവിടെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നെവിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നൂറയ്ക്കുണ്ട്. പ്രത്യേകമായിട്ടും ലാലട്ടൻ വന്ന സമയത്ത് നെവിൻ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നതൊക്കെ തന്നെയും ലാലട്ടൻ കാണിച്ചു കൊടുത്തിരുന്നു. അതായത് കിച്ചൺ ടീമിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് നൂറ പ്രതികരിച്ചതും. അതായത് കിച്ചൺ ടീമിന്റെ ഭാഗമായിട്ട് കിച്ചൺ സാധനങ്ങളൊക്കെ തന്നെയും കുറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ കുറ്റം പറയുക കിച്ചൺ ടീമിനെ മൊത്തത്തിലാണ്, അല്ലാതെ നെവിനെ മാത്രമല്ല. അതുകൊണ്ട് തന്നെയാണ് നൂറ അത് എടുത്തു പോകരുത് എന്ന് ഭയം കൊണ്ട് പ്രതികരിച്ചത്. എന്നാൽ നെവിൻ അത് വല്ലാതെ അങ്ങോട്ട് ഹെർട്ട് ആയിട്ടുണ്ട്. നെവിൻ പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ച് തന്നെ പറയുകയാണ് ഞാൻ കള്ളനല്ല, ഞാനത് നോക്കിയതേ ഉള്ളൂ എന്ന്. ഒന്നെങ്കിൽ നൂറ പറഞ്ഞത് അത്രമാത്രം നെവിനെ ബാധിച്ചിട്ടുണ്ടാകാം, അല്ല എന്നുണ്ടെങ്കിൽ നെവിൻ ഇത് മനഃപൂർവ്വം ഒരു കണ്ടന്റിന് വേണ്ടി സൃഷ്ടിച്ചത് തന്നെയായിരിക്കും. അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.